ഹലോ എവ്രി വൺ. സോ ഈ വീഡിയോ പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ്. അതായത് അവരുടെ പീരിയഡ്സ് അത് നോർമലായിട്ടാണോ അല്ലെങ്കിൽ അബ്നോർമലായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. മെൻസ്ട്രൽ സൈക്കിൾ എന്നൊരു ടേം വളരെയധികം ഫെമിലിയർ ആണ്. പക്ഷേ എന്താണ് ആ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പീരിയഡ്സും സെക്കൻഡ് പീരിയഡ്സും അത് ഫസ്റ്റ് പീരിയഡ്സ് കഴിഞ്ഞ് ഇനി സെക്കൻഡ് പീരിയഡ്സ് എപ്പോഴാണോ നടക്കുന്നത് ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡേയ്സ് ആ ഒരു ഡ്യൂറേഷനാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻസ്ട്രൽ സൈക്കിൾ. സോ എന്തിനു നമ്മൾ അറിഞ്ഞിരിക്കണം? കാരണം അതൊരു ഹെൽത്ത് സ്റ്റാറ്റസ്. ഇത് കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. ഇതിപ്പം ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി 1 നമുക്ക് ഫസ്റ്റ് പീരിയഡ്സ് ഉണ്ടായി. ഇനി സെക്കൻഡ് പീരീഡ് സെക്കൻഡ് പീരീഡ്സ് നമുക്ക് ഉണ്ടാകുന്നത് ആ ഒരു മന്തിൽ തന്നെ ഫെബ്രുവരിയിൽ തന്നെ 23rd നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് ഉണ്ടാകുന്നത്. സോ ഇസ് ഇറ്റ് എൻ അബ്നോർമൽ കണ്ടീഷൻ ഓർ നോർമൽ കണ്ടീഷൻ? സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇറ്റ്സ് എൻ അബ്നോർമൽ കണ്ടീഷൻ. കാരണം ഒരു മന്തിൽ തന്നെ 2 പ്രാവശ്യമാണ് പീരീഡ്സ് ആവുന്നത്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് നോർമൽ. വൈ? കാരണം ആ ഡ്യൂറേഷൻ നോക്കൂ, 21 to 35 days. ഈ ഡ്യൂറേഷൻ്റെ അകത്ത് വരുന്നതാണ് ഈ 23 days. അപ്പം അതൊരു നോർമൽ കണ്ടീഷനാണ്. സോ പാനിക്കായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പീരിയഡ്സ് നമുക്ക് ഒരു എത്രത്തോളം ദിവസം വരെ നീണ്ടു നിൽക്കും? ഒരു 4-5 ദിവസം. ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ 7 ദിവസം വരെ നമുക്ക് പീരിയഡ്സ് നീണ്ടു നിൽക്കും. അതിൽ ഫസ്റ്റ് 2 days ഓൾമോസ്റ്റ് 70% ഓഫ് ദ ബ്ലീഡ് വിൽ ബി ദെയർ ഇൻ ഫസ്റ്റ് 2 days. പിന്നെ നമുക്ക് വളരെയധികം കുറച്ച് ബ്ലഡ് മാത്രമേ പിന്നെയുള്ള ദിവസങ്ങളിൽ പോകും. അപ്പം 7 ദിവസം കഴിഞ്ഞിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീരീഡ്സ് പിന്നെയും ആഫ്റ്റർ 7 ഓൾസോ പീരീഡ്സ് ഈസ് ഗോയിങ് മീൻസ് നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് 2 days പീരീഡ്സ് നല്ലോണം ബ്ലഡ് പോയി. പിന്നെ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമാണ്. അതായത് മെൻസ്ട്രൽ സൈക്കിൾ അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതും നോർമൽ കണ്ടീഷനാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് 2 days പീരീഡ്സ് കഴിഞ്ഞു. സെക്കൻഡ് 3rd 4th 5th ഡേയ്സിലൊന്നും പീരീഡ്സ് ഇല്ല. പിന്നെ 6th 7th ഡേയ്സിൽ കുറച്ച് ബ്ലഡ് പോകുന്നു. ഇതും നോർമൽ കണ്ടീഷനാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ പീരീഡ്സിൽ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് നോർമലാണ്. ഇനി നിങ്ങളുടെ പീരീഡ്സ് അബ്നോർമലാണ്. ആ അബ്നോർമൽ കണ്ടീഷൻ, അതായത് ഇപ്പോൾ 21 daysനേക്കാളും കുറവാണ് അല്ലെങ്കിൽ 35 daysനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ ഇറ്റ്സ് എൻ അബ്നോർമൽ കണ്ടീഷൻ. യു ഷുഡ് കൺസൾട്ട് ഡോക്ടർ. അതുപോലെ 7 days ആഫ്റ്റർ 7 days പീരീഡ്സ് പിന്നെയും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നെങ്കിൽ ഇറ്റ്സ് ഓൾസോ എൻ അബ്നോർമൽ കണ്ടീഷൻ. ഇനി സ്പോട്ടിങ് അല്ലെങ്കിൽ ക്ലോട്ടോ മറ്റുണ്ടെങ്കിലും അത് അബ്നോർമൽ കണ്ടീഷനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ